പാനലിസ്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നായി ഒരു കാര്യം കൂടി അറിയിക്കുന്നു എന്നാൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഒരു ചർച്ചയ്ക്കിടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ പാസ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾ ആരോടാണോ ചോദിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UDF-നോടുള്ള ഒരു ചോദ്യമാണെങ്കിൽ UDF എന്ന് പറഞ്ഞാൽ താഴെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അതിനുശേഷം താഴെ ആരാണ് ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പേപ്പർ ഞങ്ങളിവിടെ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ആരോടാണോ അഡ്രസ് ചെയ്യുന്നത്, ആരോടാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്, UDF, LDF ഓർ NDA, അതിനുശേഷം ക്വസ്റ്റ്യൻ, പിന്നെ താഴെ ആരാണോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നത് അതും കൂടി എഴുതണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പേപ്പർ ഞങ്ങളോട് പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ അംഗത്തിട്ട് അമേരിക്ക സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അജു വാരിക്കാട്, ഓട്ട് യു. Thank you so much. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഹ്യൂസ്റ്റണിലെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെ, അംഗത്തട്ട് അറ്റ് അമേരിക്ക എന്ന ഈ സവിശേഷമായ സംവാദ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കടൽ കടന്നാലും കേരളം എന്ന വികാരം നെഞ്ചിലേറ്റുന്നവരാണ് നമ്മൾ മലയാളികൾ. കേരളത്തിന്റെ വികസനത്തിലും രാഷ്ട്രീയ ഗതിവിഗതികളിലും എന്നും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ് അമേരിക്കൻ മലയാളികൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആവേശകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അലയൊലികൾ ഹ്യൂസ്റ്റണിലെ ഈ മണ്ണിലും നമ്മൾ കേൾക്കുന്നു. കേരളം എന്നൊരു നിർണായക ഘട്ടത്തിലാണ്. ഒരു വശത്ത് വികസന തുടർച്ചയും ക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടി മൂന്നാം ഊഴത്തിനായി LDF ജനങ്ങളെ സമീപിക്കുമ്പോൾ, മറുവശത്ത് ഭരണമാറ്റത്തിനായി UDF പൊരുതുന്നു. ഇതിനിടയിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യമായി ത്രികോണ പോരാട്ടത്തിന് ആവേശമേകി NDAയും രംഗത്തുണ്ട്. സാമ്പത്തിക ഭദ്രത, വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകരുടെ ദുരിതം, യുവജനങ്ങളുടെ നാടുവിടൽ, പ്രവാസികളുടെ വോട്ടവകാശം തുടങ്ങി നിരവധി ഗൗരവകരമായ വിഷയങ്ങളാണ് ഇത്തവണ വോട്ടർമാരുടെ മനസ്സിലുള്ളത്. ഈ സംവാദം അർത്ഥവത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില കൃത്യമായ നിയമങ്ങളും സമയക്രമങ്ങളും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു ആമുഖമാണ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓരോ പ്രതിനിധിയും 4 മിനിറ്റ് വീതം അവരുടെ കാഴ്ചപ്പാടുകൾ പറയും. ആദ്യം പറയുന്ന ആള് UDF ആണ്, രണ്ടാമത് NDA ആണ്, മൂന്നാമത് LDF. അവരുടെ 4 മിനിറ്റ് വീതം ആണ്. അത് ഇവിടെ ഇവിടെ അതിന്റെ ടൈം വെക്കും. അപ്പൊ കൃത്യം 4 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ നിർത്തണം. നമ്മുടെ സമയക്രമം പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിർദ്ദേശം. അതിനുശേഷം മോഡറേറ്റർ റൗണ്ട് ആണ്. മോഡറേറ്റർ റൗണ്ടിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നിങ്ങൾ നൽകാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പാനലിസ്റ്റുകൾക്കും അതിനോട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുന്നതാണ്. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ 1 മിനിറ്റാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. നിങ്ങൾ 2 മിനിറ്റും നിങ്ങൾക്ക് സംസാരിക്കാം. ചോദ്യങ്ങളുടെ ഉത്തരം 2 മിനിറ്റ് വീതമാണ്. അതിനുശേഷം മറുവാദം എന്ന ഒരു ഇതുണ്ട്. അത് പാനലിസ്റ്റുകൾക്ക്, നിങ്ങൾക്ക് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാം. അത് പാനലിസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്കും അങ്ങോട്ട് ചോദിക്കാം. അതിനുശേഷം സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഒരു നിർദ്ദേശമാണ് മുമ്പേ സുബിൻ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി ആരോട് ചോദിക്കുന്നു എന്നുള്ളത് എഴുതി ആ പേര് ഉൾപ്പെടെ നമ്മുടെ തന്നു കഴിഞ്ഞാൽ ആ ചോദ്യോത്തര സമയത്ത് നമുക്ക് അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുന്നതായിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ 30 സെക്കൻഡിനുള്ളിൽ ഒരു ചോദ്യം ചോദിക്കണം. ഇവിടെ നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രസംഗങ്ങളോ അല്ല വേണ്ടത്, നിങ്ങളുടെ ചോദ്യമാണ്. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ പാനലിസ്റ്റിനും 3 മിനിറ്റ് വീതം ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള സാവകാശം ലഭിക്കുന്നതാണ്. അതിനുശേഷം മോഡറേറ്ററായ ഞാൻ ഒരു അവസാന വാക്ക് പറഞ്ഞ് നമ്മൾ ഈ സംവാദം അവസാനിപ്പിക്കും. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇപ്പോൾ UDF പ്രതിനിധി, അതിനുശേഷം NDA പ്രതിനിധി, നിങ്ങളുടെ അല്ലെങ്കിൽ